Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Commerce, Kerala PSC Daily Module Wise Analysis-ലെ Module number 5. Advanced Cost and Management Accounting ആണ് നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ആണ് കണ്ടത്. ദെൻ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൊഡ്യൂൾ നമ്പർ 5 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. സോ നമ്മുടെ ഒരു സിലബസ് പ്രകാരം കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, സോ അതിൽ നിന്ന് കവർ ചെയ്യേണ്ട ആ ഒരു ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ 1 to 24 CAS 1 to 24 ഉണ്ട്, 24 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ നമുക്ക് ആ 24 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ആരാണത് കൊണ്ടുവന്നേ, ദെൻ അവരുടെ ആ ബോർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, ഫങ്ഷൻസ്, ഇത്ര കാര്യങ്ങളെ നമ്മുടെ ഒരു സിലബസ് പ്രകാരം നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ നമ്മള് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ അല്ലെ അക്കൗണ്ടിങ്ങില് പഠിക്കുന്ന സമയത്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോട്ട് വരുന്ന സമയത്ത് അവിടെയും എന്തുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു CAS കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 to 24 24 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ആരാണ് ഇത് കൊണ്ടുവന്നേ, ആ ബോർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മുടെ ഈ ഒരു സിലബസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാണ്ട് എൻറ്റയർ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ വെറുതെ നോക്കി നേരെ കളയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഒരു MCOM-ന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിലബസ് പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സിന്റെ അത്രയ്ക്ക് തന്നെ നമുക്ക് കവർ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിന്റെ പർപ്പസ്, നമ്മളിപ്പോ ഇതിനേക്കാൾ മുമ്പ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്, അതിന്റെ ഒരു കാര്യം തന്നെ ഇവിടേക്കും വരാണ്. ഇവിടെയും ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിപ്പറേഷൻ, ഒരു സ്ഥാപനത്തില് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിപ്പറേഷൻ വരണ സമയത്ത് ഫോർ മെയിൻറ്റെയിനിങ് കൺസിസ്റ്റൻസി ആൻഡ് യൂണിഫോമിറ്റി, എല്ലാവരും ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ആപ്ലിക്കേഷൻ ലെവലാവട്ടെ എന്ത് കാര്യങ്ങളാവട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രസന്റേഷന്റെ സമയത്ത്, പ്രിപ്പറേഷന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. അപ്പൊ ഈ യൂണിഫോമിറ്റി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് എല്ലാം കൊണ്ടും ഗുണം. സോ അതിനാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിലോട്ട് പോവാം. ആരാണ് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിട്ടുള്ളത്, ഏത് ബോർഡാണ്, അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനൊക്കെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട്. സോ ദി കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ has constituted cost accounting standard board. അപ്പോൾ CASB ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഫോർമുലേറ്റിംഗ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുക അല്ലെ, ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാം കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിപ്പറേഷന്. ആഫ്റ്റർ റെക്കഗ്നൈസിംഗ് ദി നീഡ് ഫോർ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു ദി മെഷർമെന്റ് ഓഫ് കോസ്റ്റ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച്, എല്ലാവരും ഒരു കറക്റ്റ് ഒരു ഫ്രെയിം വർക്കിൽ എല്ലാവരും കൊണ്ടുവരാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത്. ഓരോരുത്തരും അവരുടേതായ ഇഷ്ടപ്രകാരം ചെയ്യാണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കില്, ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡില്, ഒരു സ്ട്രക്ചറില് കൊണ്ടുവരാണ്. നീഡ് ഫോർ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു ദി മെഷർമെന്റ് ഓഫ് കോസ്റ്റ് so as to provide guidance to the organization. So ഇങ്ങനെ ചെയ്യണം, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം എന്ന് പറയാണ് ആരോടൊക്കെ, ദി യൂസർ ഓഫ് ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ബോഡീസ്, റെഗുലേറ്ററീസ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നവരുടെ ഒക്കെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ പറയാണ്. So to achieve എന്താണ് മെയിൻ പോയിന്റ്, ഇതാണ് പോയിന്റ്, യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. എന്തിനൊക്കെ, നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താ ചെയ്യുക, ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ് ആൻഡ് അസൈൻമെന്റ് ഓഫ് കോസ്റ്റ്. നമ്മുടെ മെയിൻ പരിപാടി എന്താ കോസ്റ്റ് അക്കൗണ്ടിങ്ങില്,
ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ കോസ്റ്റിനെ പലതായിട്ട്. സോ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ് ആൻഡ് അസൈൻമെന്റ് ഓഫ് കോസ്റ്റ്, ഈ ഒരു കാര്യങ്ങളിൽ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി കൊണ്ടുവരാം എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇവര് ഇങ്ങനെ ഒരു ബോർഡ് കൊണ്ടുവന്നു. അപ്പൊ ഈ ബോർഡിൽ ആരാണ്? സോ ഒരു 8-10 എന്താണ് പോയിന്റ്സ് ആണ് നമുക്ക് ഈ ബോർഡില്, ഈ എന്താണ് CASB ഈ ബോർഡില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്ടീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണപ്പെടാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്നാലും അതൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതില് എ നോമിനി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെന്റിംഗ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ദെൻ അഡ്വൈസർ കോസ്റ്റ് ഓഡിറ്റ് ബ്രാഞ്ച്, then Ministry of Corporate Affairs, Government of India, then 2 members of the institute representing leading companies, then എന്താണ് ഇങ്ങനെ എന്താണ് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ചില ആൾക്കാരുടെ എന്താണ് താല്പര്യം മുൻനിർത്തിയിട്ടല്ല വന്നിട്ടുള്ള, നമ്മൾ എല്ലാവരെയും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന ബോർഡ്, അപ്പൊ ഇത്ര ഒരു 5-8 എന്താണ്, ഞാൻ മൊത്തം വായിച്ച സമയം കളയുന്നില്ല, അത് നമുക്ക് വെറുതെ ബഹായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. സോ ഈ ഒരു ബോർഡാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ അല്ലെ ആപ്ലിക്കേഷൻസ് ഇത് എന്തിനാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൺവേ ചെയ്ത് തന്നിട്ടുള്ള. സോ ഈ ബോർഡിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണണ്ടേ. അപ്പൊ എല്ലാവർക്കും എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തിനാണ്? യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി കോസ്റ്റ് അക്കൗണ്ടിങ്ങില് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, സോ നമുക്ക് ഇവരുടെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് നോക്കാം. നമ്പർ 1, to issue the framework for cost accounting standards. ഒരു ഫ്രെയിംവർക്കിലോട്ട് കൊണ്ടുവരുന്ന എന്തിനാ വേണ്ടിയിട്ടാണ്? ഓരോരുത്തർ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്തു പോയാൽ ഈ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് തന്നെ ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത രീതിയിലോട്ട് പോകും. സോ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ഒരു ഫ്രെയിംവർക്കിലോട്ട് കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് മെഷർമെന്റ്, ക്ലാസിഫിക്കേഷൻ, എന്താണ് അസൈൻമെന്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി എന്തായി എന്നുള്ളതാണ്, എല്ലാം ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് കൊണ്ടുവരുമ്പോൾ ഇഫക്റ്റീവ്നെസ് കൂടുന്നതാണ്. സോ ടു ഇഷ്യൂ ദി ഫ്രെയിംവർക്ക് ഫോർ ദി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്പർ 2, ടു എക്വിപ്പ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ്. ഇവരാണല്ലോ CMA എന്താണ് പ്രൊഫഷണൽസ് ആണ് നമ്മുടെ എന്താണ് കൺട്രിയിൽ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സ്ഥാപനങ്ങളിൽ ചെയ്യുന്നത്. Professionals with better guidelines on cost accounting principles, അല്ലെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്താണ് ഇതിന്റെ കാര്യങ്ങള്, ഓരോ സ്റ്റാൻഡേർഡിന്റെ പേർപ്പസ് അനുസരിച്ച് നിങ്ങൾ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യണം, കോസ്റ്റ് റെക്കോർഡ് ചെയ്യണം. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസ് അവരെ എക്വിപ്പ് ചെയ്യലാണ് ഈ ബോർഡിന്റെ രണ്ടാമത്തെ ഒരു എയിം. നമ്പർ 3, to assist the members in representation of uniform cost statements under various സ്റ്റാറ്റ്യൂട്ട്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് യൂണിഫോമിറ്റി കൊണ്ടുവരലാണ് മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട്. ടു അസിസ്റ്റ് ദി മെമ്പേഴ്സ്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണു, മെമ്പേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നു, പ്രിപ്പറേഷൻ ഓഫ് യൂണിഫോം cost statements under various statutes. So that's about third important objective. Number 4, to issue application guidance relating to a particular standard. ഞാൻ നേരത്തെ പറഞ്ഞു CAS 1-24 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ ഓരോന്നിന്റെയും ആപ്ലിക്കേഷൻ എന്താണ്, അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡിന്റെ ആപ്ലിക്കേഷൻ, നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ കമ്പനി അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ഓരോ സ്റ്റാൻഡേർഡിന്റെയും ആപ്ലിക്കേഷൻസ് എന്തിനാണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്യലാണ്, അതിന്റെ ഗൈഡൻസ് കൊടുക്കലാണ് നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അഞ്ചാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് ടു എഡ്യൂക്കേറ്റ് ദി യൂസേഴ്സ് അബൌട്ട് ദി യൂട്ടിലിറ്റി ആൻഡ് ദി നീഡ് ഫോർ കംപ്ലയൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവർക്ക് യൂസേഴ്സിനെ ഇതിന്റെ യൂട്ടിലിറ്റി, ഈ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ബെനഫിറ്റ്, അതിന്റെ നീഡ്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്യലാണ് CASB എന്ന് പറയുന്ന ഈ ബോർഡിന്റെ ഒബ്ജക്റ്റീവ്. So that's about objectives and functions of cost accounting standard board എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക്
എന്താണ് ഈ ഒരു സിലബസ് പ്രകാരം നമുക്ക് അറിയേണ്ടത്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഈ പറയുന്ന ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരു കറക്റ്റ് ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസിസ്റ്റൻസി ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്നാൽ മാത്രമേ ഈ ഒരു ബ്രാഞ്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ബോർഡ്. ഈ ബോർഡ് എന്ത് ചെയ്തു, അവരുടെ മെയിൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടേ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാഞ്ച്. ദെൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, CAS 1 to 24 ആണ്, 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഈ ഒരു സിലബസ് പ്രകാരം എനിക്ക് തോന്നുന്നില്ല ആ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് പോകേണ്ടി വരുന്ന ഡീറ്റെയിൽ ആയിട്ട്. അതിന്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് ഇത്ര കാര്യങ്ങൾ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ് എന്താണ് സംഭവം എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഈ മൊഡ്യൂളിലെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.